നമസ്കാരം. രാമായണ മാസം, അതായത് കർക്കിടക മാസം, ക്ഷേത്രങ്ങളും മറ്റും തിരക്കുകൊണ്ട് നിറയുന്നു, രാമനാമം കൊണ്ട് നിറയുന്നു. വളരെ സന്തോഷം. രാമായണം കർക്കിടകത്തിലേ വായിക്കാവൂ എന്നില്ല കേട്ടോ. എന്നും പാരായണം ചെയ്യുന്നത് അത്യുത്തമാണ്. രാമായണ കഥ ഭഗവാൻ ശിവനും അമ്മ ദേവി പാർവതി ദേവിയും തമ്മിലുള്ള സംവാദമെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തെന്നറിയോ? ദേവിക്കെല്ലാം അറിയാം, അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നിട്ടും തൻ്റെ പ്രാണനാഥനായ ഭഗവാൻ പരമേശ്വരൻ്റെ വാക്കിലൂടെ, അതും രാമനോടുള്ള ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ട്, ആ പുണ്യകഥ കേൾക്കാൻ ഭഗവതി കൊതിച്ചിട്ടുണ്ടാകുക അല്ലേ? അപ്പോൾ എത്ര പുണ്യപുസ്തകമായാണ് രാമായണത്തെ നമ്മൾ കാണേണ്ടത്. വായിച്ചാൽ ആനന്ദം തരുന്ന മഹത് വാക്കുകളാണ് രാമായണത്തിനുള്ളത് കേട്ടോ. ആനന്ദം തോന്നും, സന്തോഷക്കണ്ണീര് വരും. ചില സാഹചര്യത്തിലൂടെ കഥ കടന്നു പോകുമ്പോഴേ നമ്മൾ മനസ്സൊന്ന് പിണയും, കണ്ണീർ താഴോട്ട് ചാടും, വിഷമം വരും. നമ്മൾ അപ്പോൾ ഭഗവാൻ രാമനോടും സീതയോടും ഒക്കെ അടുത്ത് പോകും. എത്രത്തോളം രാമായണം വായിക്കും അത്രത്തോളം അടുത്ത് പോകും. രാമനാമത്തിൻ്റെ ഗുണങ്ങൾ വിവരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പരമേശ്വരൻ തന്നെയാണ്. രാമനാമം ചൊല്ലിയിട്ടേ കാട്ടാള സ്വഭാവത്തിൽ നിന്ന് മഹർഷിയായ വാൽമീകിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹമാണല്ലോ നമ്മുടെ രാമായണം എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹം കാട്ടാള സ്വഭാവം വെച്ചിട്ട് ഈ ഭാര്യയും മക്കളൊക്കെ പോറ്റാൻ വേണ്ടിയിട്ട് അതേ പോകുന്നവരുടെ മുണ്ടും മറ്റൊക്കെ പിടിച്ച് പറിച്ച് ഭക്ഷണങ്ങളൊക്കെ തട്ടിപ്പറിച്ച് കഴിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ സപ്തർഷികൾ വരികയാണ്. സപ്തഋഷികൾ വരുമ്പോൾ ഈ നമ്മുടെ വാൽമീകി ചെന്നിട്ട് എല്ലാം പിടിച്ചു പറിക്കാൻ നോക്കുക. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നത് ചോദിക്കുമ്പോൾ പറയാണ്, എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ, ഇതാണ് എളുപ്പവഴി പറയുമ്പോൾ പറയാണ്, ഓക്കെ നീ ഇപ്പോൾ ഇത് ദിവസം ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുകയാണ്, ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നീ അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നു, മക്കൾക്കും ഭാര്യയ്ക്കൊക്കെ വേണ്ടി ചെയ്യുന്നെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഞങ്ങളെല്ലാം തരാം, നീ തട്ടിപ്പറിച്ചോ, പക്ഷേ ഒരു കാര്യം ചെയ്യണം, നീ നിന്റെ മക്കളോടും ഭാര്യയോടും ചെന്ന് ചോദിക്കണം. അപ്പം നീ ഇങ്ങനെ ദിവസം ഓരോ ക്രൂരതകൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു പരിണിത ഫലം വരും, ലാസ്റ്റ് ഒരു അന്തിമ ദോഷമാണല്ലോ വരിക. അതൊക്കെ അറിയാം, അതൊക്കെ വാൽമീകി അറിയാം കേട്ടോ. കാട്ടാള സ്വഭാവമാണെങ്കിൽ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിലും അപ്പോൾ അങ്ങനെ പരിണിത ഫലം വരും എന്ന് പറഞ്ഞപ്പോൾ അത് നീ മക്കളോട് ചെന്ന് ചോദിക്കണം. നീ തന്നെ അതിൻ്റെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കുമോ അതോ അവർക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ പങ്കിട്ട് അനുഭവിക്കാൻ കൂടുമോ എന്ന് ചോദിച്ചു പോവാം, ഞങ്ങളിവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ ചോദിച്ചു വരാമെന്ന് പറഞ്ഞ് പോയി. മക്കളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ചൊല്ലി ഞാൻ ദിനം പ്രതി ഓരോന്ന് ചെയ്യുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ഒരു ശിക്ഷ ഉണ്ടാവും. അത് ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കണോ അതോ എൻ്റെ ഭാര്യയും മക്കളോ കൂടി അനുഭവിക്കാൻ തയ്യാറാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനടി ഉത്തരം വന്നു കേട്ടോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടും. നമ്മളെല്ലാവരും കേട്ടുള്ള പാട്ടാണ്, ഇതിൽ എപ്പോഴും ഈ വരികൾ നമുക്ക് കേട്ടുള്ളതാണ്. അപ്പോൾ അവരവർ ചെയ്യുന്ന ദുഷ്കൃതത്തിൻ്റെ ഫലങ്ങളൊക്കെ നല്ല ഫലങ്ങളാണെങ്കിലും അപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ ദുഷ്കൃതമല്ല, അതുകൊണ്ട് ദുഷ്കർമ്മങ്ങളല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഫലങ്ങളൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്ന് പറയണം. അപ്പോൾ ഓടിച്ചെന്ന് സപ്തർഷികളുടെ കാൽക്കൽ വീഴുകയാണ്, എന്നിട്ട് പറയണം, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയണം. അപ്പോൾ ഇതിന്ന് മോചനത്തിനായി ഇവർ രാമനാമം അത് പെട്ടെന്ന് പറയാൻ എളുപ്പത്തിൽ രാമനാമല്ല ചൊല്ലിക്കൊടുക്കുന്നത്, വ്യത്യസ്ത രൂപവർണ്ണഭാവത്തിൽ ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെ വാൽമീകി അവിടെ ഇരുന്ന് അത് ജപിച്ച് ലാസ്റ്റ് രാമ 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 എന്നായി മാറുകയാണ്. അങ്ങനെ പിന്നീട് സപ്തഋഷികൾ അതിൽ വരുന്നു. അപ്പോൾ പുറ്റൊക്കെ മൂടി, അതാണ് വാൽമീകം പുറ്റ് മൂടിയതാണ്. പുറ്റിന്ന് സൗണ്ട് കേൾക്കുകയാണ്, രാം രാം എന്ന്. നമ്മൾ അപ്പോഴവർക്ക് ഓർമ്മ വരുന്നു, അപ്പോൾ അവർ വിളിച്ചുണർത്തുകയാണ്. അങ്ങനെയാണ് രാമായണം എഴുതുന്നത്. അപ്പോൾ എത്ര പുണ്യമാണ്, രാമനാമം കൊണ്ട് ഇത്രയും വിശിഷ്ടമായ രാമായണം എഴുതുന്നു. അപ്പോൾ ആ രാമനാമത്തിൻ്റെ കഥയെക്കുറിച്ച് ഞാനൊന്നും ആരുമല്ല, എൻ്റെ അനുഭവം വെച്ച് പറയാ, ഞാൻ രാമായണം വായിക്കാറുണ്ട്. കുറച്ച്
ആയി വായിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നിങ്ങനെ സന്തോഷം ആനന്ദം കിട്ടുകയാണ്. ചില സന്ദർഭങ്ങളിലെല്ലാം കണ്ണീര് വരും. പെട്ടെന്ന് പറയുകയാണെന്ന് വെച്ചാൽ ഏറ്റവും എന്നെ സ്വാധീനിക്കുന്ന ഒറ്റ വാക്കിൽ പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ പറയും, നമ്മുടെ ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ദുഷ്ടയായ അമ്മയുടെ കൈകേയി അമ്മ, രാമൻ്റെ ശരിയായ അമ്മ കൗസല്യാണ്. അപ്പോൾ കൈകേയി അമ്മ പറയാണ്, അങ്ങനെ 2 വരം തന്നിട്ടുണ്ട്, അത് ഒന്ന് ഭരതനെ വാഴിക്കണം, 2 നീ കാട്ടിലേക്ക് പോകണം പറയാം. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് രാമൻ പറയാം, എന്നെൻ്റെ അതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തയ്യാറായി അമ്മയുടെ അടുത്ത്, സ്വന്തം അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ അമ്മ പറയാണ്, എൻ്റെ മകനെ മുഖാംബുജം വാടുവാൻ, എന്താണ് എൻ്റെ മുഖം വാടിയിരിക്കുന്നത്, വിശന്നിട്ടാണോ എന്ന് പറയണം. അപ്പോൾ വിശന്ന് ഭക്ഷണം തരാമെന്ന് പറയുന്ന സമയത്ത് രാമൻ പറയാണ്, ഇപ്പോൾ കഴിക്കാൻ അവസരമില്ലമ്മേ, പെട്ടെന്ന് വനവാസത്തിന് പോകണമെന്ന് പറയാണ്. അത് എങ്ങനെ പറയുന്നത്, വനത്തിലേക്ക് പോകാൻ തീരുമാനിച്ച രാമനാണെങ്കിൽ പോലും വന്ന ശോകത്തെ അടക്കി രഘുത്തമൻ, വിഷമം വരികയാണ് അമ്മയുടെ മുന്നിൽ വന്നപ്പോൾ. അപ്പോൾ ആ വിഷമത്തെ അകറ്റിയിട്ടാണ് പറയുന്നത്, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ അവസരമില്ല എന്ന്. അത് വായിക്കുന്ന സമയത്ത് വളരെ വിഷമം വരും. അങ്ങനെ ഓരോ വാക്കും ഓരോ സന്ദർഭവും വായിക്കുമ്പോൾ രാമായണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും പറഞ്ഞാൽ തീരില്ല, ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും രാമായണം വായിക്കണം. നമ്മളുടെ കയ്യിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇങ്ങനെ പവിഴം കൊണ്ട് നടക്കണം നമ്മളുടെ അറിവ് മീൻസ് നമ്മുടെ ആനന്ദം. നമുക്ക് രാമായണം വായിച്ചൊരു ആനന്ദമാണ്. നമ്മൾ ഭക്തി എല്ലാം അങ്ങനെയായിട്ടാണ് എൻ്റെ ഇതിലുള്ളത്. ഭക്തി നമ്മൾ ഒന്നും ആഗ്രഹിക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ, നമുക്ക് ഭഗവാനോടുള്ള പ്രണയം കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ആനന്ദമായിരിക്കും. അപ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ എല്ലാവരും രാമായണം വായിക്കാൻ തയ്യാറാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.